ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ദേവുട്ടീനെയൊക്കെ പറഞ്ഞയച്ചു. പിന്നെ ഞങ്ങളുടെ കുളി കഴിക്കൽ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വീട്ടിൽ ആരുമില്ല കേട്ടോ. അമ്മ അനുവിൻ്റെ വീട്ടിലേക്ക് പോർക്കാണ്. പ്രീഷ്ണയും കണ്ണേട്ടനൊക്കെ അവരുടെ തറപ്പണി കഴിഞ്ഞോടത്ത് അങ്ങോട്ട് പോർക്കാണ്. അപ്പോൾ ഞാനും നന്ദും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീച്ചർ വരുന്ന കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ BRCത്തെ ടീച്ചർ വന്നു. ടീച്ചറുടെ പേര് ബബിത എന്നാട്ടോ. അപ്പോൾ മാതനൂർ സ്കൂളിലേക്ക് വരുമ്പോൾ 1 മണിക്കൂർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നന്ദുമോനെ കുറച്ച് നേരം ട്രെയിൻ ചെയ്തിട്ട് പോവുക ചെയ്യുക. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ടീച്ചർ പോയി. പിന്നെ ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ നന്ദു കുറേ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവും, പിന്നെ താഴേക്ക് ഇറക്കി കൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് പോകണമെന്നറിയില്ല. അപ്പോൾ ഞാൻ കയ്യിലത്തെ ഇത് അഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്ത് കിട്ടിയാലും വായിലിടുകയാണ്. അപ്പോൾ അവൻ്റെ ചാവി അവൻ കളയാതെ ഏത് നേരം കയ്യിൽ കൊണ്ട് നടക്കും. അപ്പോൾ അതൊക്കെ കാരണം ഞാനത് അഴിച്ചില്ല. എന്നിട്ട് കുറച്ച് നേരം ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി കളിച്ചു. അങ്ങനെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങണേ എന്നുള്ള വാശിയാണ്. അപ്പോൾ വൈകുന്നേരമായി, കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു. അവ അപ്പുറത്ത് വെല്ലിസിൻ്റെ വീട്ടിലേക്ക് ഓടുക കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വഴുക്കൽ സ്ഥലമാണ്. മഴ പെയ്തിട്ട് ഇത് കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. അപ്പോൾ അവിടെ വഴുക്കും. ഒരു പ്രാവശ്യം ഞാനും നന്ദും പടോ പറഞ്ഞിട്ട് വീണ സ്ഥലമാണ്. അതുകൊണ്ട് അത് കൂടെ നടക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അവ എന്നെ വലിച്ചുകൊണ്ട് പോണതുകൊണ്ട് എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ പിന്നാലെ പോവാണ്. അപ്പോൾ പിന്നെ കരച്ചിലായി, വിശന്നിട്ട്. അപ്പോൾ ദേവുട്ടിയുണ്ട്, അവൾക്കും വിശക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പടം അടുക്കളയിൽ കയറി. വേറെ ആരും ഇല്ലേ പറഞ്ഞില്ലേ. അപ്പോൾ ഗോതമ്പ് പൊടിയിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ നുറുക്കിയിട്ടിട്ട് ഒരു കലക്ക് ദോശ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാനിതാ അടുക്കളയിൽ കയറിയത്. എന്നിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് 2 ആൾക്കും പടം കൊടുത്തു. ദേവടിക്ക് ഒപ്പം കാർട്ടൂണും വേണം, എന്നാലേ അവൾ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ വെച്ച് പോവും. ഞാൻ നന്ദുമോനെ കുറച്ച് നേരം സഹായിക്കാനൊക്കെ നിർത്തി. നന്ദുവിനെ ദോശ മറിച്ചിടിപ്പിക്കാനും ഒഴിപ്പിക്കാനൊക്കെ നിർത്തിയിട്ടോ. അപ്പോൾ ദേവുട്ടി ബനിയനൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ. അപ്പോൾ നന്ദു ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പ്ലേറ്റിൽ ഉണ്ടാക്കി വെച്ചത് ചൂട് കൊടുക്കണം എടുത്ത് കഴിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ കൈ പൊള്ളണമൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ വേറെ സൈഡ്. അങ്ങനെ ദോശ ഉണ്ടാക്കിയതൊക്കെ കൊടുത്തു. അവന് എന്ത് കിട്ടിയാലും വായിലിടുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അടുക്കളയിൽ നിന്ന് അരിപ്പെടുത്തിട്ട് വന്നതാണ്. അത് ഈ കഴിക്കണതിൻ്റെ ഇടയിൽ അതും വായിലിടും. അപ്പോൾ പാപ്പ കിട്ടിയതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഗൈസ് ഈ കാണുന്നത്. ഒറ്റയ്ക്ക് വാരി കഴിക്കുമോ ചോദിച്ചാൽ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഒറ്റയ്ക്ക് വാരി കഴിക്കും, അല്ലാതെ ചോറ് ഒറ്റയ്ക്ക് വാരി കഴിക്കാറായിട്ടില്ല. ഞാൻ കൊടുത്തിട്ടില്ല. ഒന്നിച്ച് പെൻച്ചമ്മക്ക് ഇരട്ടിപ്പണിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ ഒരു 5:45 ആയപ്പോൾ അമ്മയും അനുവും വന്നു. അപ്പം അമ്മ വന്നപ്പോൾ
സമോസ ആയിട്ടാണ് വന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ സമോസ കഴിക്കണതിൻ്റെ വീഡിയോ ആണിത്. ദേവ് വന്നത് ആദ്യം ചാടി വീണു. അവൾക്കൊന്ന് വലുത് വേണേ പറഞ്ഞിട്ട് അവൾ വലുതൊക്കെ നോക്കിയിരിക്കും. എല്ലാ സമോസയും ഒരേപോലെ എന്ന് പറഞ്ഞിട്ടൊന്നും അവൾ സമ്മതിക്കണില്ല. അത് കഴിഞ്ഞിട്ട് നന്ദു അന്നൊരു മരണത്തിന് പോണത് വീഡിയോ കണ്ടില്ലേ? അപ്പോൾ അവിടെ സദ്യ ആയിരുന്നു. അപ്പോൾ അവിടേക്ക് പോയതായിരുന്നു അമ്മയും അനുവും. രാവിലെ പോയായിരുന്നു, 9 മണിക്ക് പോയിട്ടോ. എന്നിട്ട് ഇതാ അപ്പോൾ വന്നത്. അനുവിൻ്റെ വീട് പാലക്കാട് മുണ്ടൂരാണ്. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ടല്ലോ. പിന്നെ അവൾ വീട്ടിലൊക്കെ പോയി അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇതാ നന്ദുകുട്ട സമൂസ മുഴക്കുകയാണ്. അപ്പോൾ ഞാൻ നിലത്തേക്ക് പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ അടിയിൽ കൈ കാട്ടുകയാണ്. അപ്പോൾ താഴേക്ക് തരുന്നുമില്ല, അങ്ങനെ മുഴക്കിയും കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മളൊരു വീഡിയോ, ചെറിയ വീഡിയോ. എന്ത് വീഡിയോ ഇടേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.